അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു 2 kg വരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫോണ്ടന്റ് ലെറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എൻ്റെ സ്വന്തം കൈപ്പടയിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളും ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ വളരെ സ്പീഡിൽ എഴുതുന്നുണ്ടെങ്കിലും ഇത് എഴുതുന്ന സ്പീഡ് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്കും വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് നല്ല സ്പീഡിലിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബട്ടർ ക്രീം കേക്കിൻ്റെ റെഫറൻസ് പിക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലെ തന്നെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും നമുക്ക് അത്ര അങ്ങോട്ട് ക്രീമിൽ ചെയ്താലും ആ ഒരു കളേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കളറിനകത്ത് ചെറിയ ചേഞ്ചസ് വരും. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമേ അല്ല. ഇത്രയും നാളുകൊണ്ട് കേക്ക് ചെയ്യുന്നെങ്കിലും എനിക്ക് അതിനകത്തോട്ടൊന്നും മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ബേസിനകത്തോട്ട് നമ്മൾ സെറ്റ് ചെയ്തൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് പിന്നാണ് ആ ഒരു ഫ്ലവർ എടുത്ത് കേക്കിലേക്ക് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ് ഈ ക്രീമിനകത്ത് കളർ ചേർക്കുക. പല കളേഴ്സിൽ ഇങ്ങനെ ഒരു കേക്കിൽ തന്നെ പല കളേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പല കളർ ക്രീം ചെയ്തൊക്കെ എടുക്കാൻ. ഈ ഒരു കേക്കിൽ 3 കളർ ഫ്ലവേഴ്സ് എന്തായാലും വെക്കണം. അപ്പം 3 കളർ ആഡ് ചെയ്ത് ഫ്ലവേഴ്സ് എല്ലാം വരച്ചു. എന്നിട്ട് ഞാൻ ബേസിനകത്ത് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ബ്രൗൺ കളർ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് ബ്രൈറ്റ് ഗ്രീൻ ചെയ്തപ്പോൾ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കിട്ടി. ആ ഒരു ഗ്രീൻ കൊണ്ടാണ് പിന്നെ നമ്മൾ ലീഫ് വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല വിദ്യകളും പറ്റി നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.